നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് പൊട്ടൻഷ്യൽ എനർജി കൺസെപ്റ്റ് നോക്കാം. പൊട്ടൻഷ്യൽ എനർജി കൺസെപ്റ്റ് പറയുമ്പോൾ ആദ്യം നമ്മൾ ഓർക്കേണ്ടത് കൺസർവേറ്റീവ് ഫോഴ്സ്. എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ്? കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഓർ അഗെയിൻസ്റ്റ് എ ഫോഴ്സ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി പാത്ത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി അപ്പോൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി അപ്പോൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഏതാണ് കൺസർവേറ്റീവ് ഫോഴ്സസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? കൺസർവേറ്റീവ് ഫോഴ്സിന് നമ്മൾ കാണാൻ വേണ്ടി പറ്റുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അതേപോലെ രണ്ടാമത്തത് ഇലാസ്റ്റിക് ഫോഴ്സ് കൺസർവേറ്റീവ് ആണ്. ഇലാസ്റ്റിക് ഫോഴ്സ് എന്താണ്? കൺസർവേറ്റീവ് ആണ്. മൂന്നാമത്തത് നമ്മള് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഇതും എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും കൺസർവേറ്റീവ് ഫോഴ്സ്. ഇത്തരത്തിലുള്ള ഫോഴ്സസിന് മാത്രമേ നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള ഫോഴ്സസിന് മാത്രമേ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി അപ്പോൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇതാരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഒരു പോയിന്റ് എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഒരു ഓബ്ജക്ട് ഒരു കൺസർവേറ്റീവ് ഫോഴ്സിന്റെ ഫലമായിട്ട് ഒരു ഓബ്ജക്ട് എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്തു. കൺസർവേറ്റീവ് ഫോഴ്സിന്റെ ഫലമായിട്ട് ഒരു ഓബ്ജക്ട് എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ കൺസർവേറ്റീവ് ഫോഴ്സ് അവിടെ എന്ത് ചെയ്തു? ഒരു വർക്ക് ചെയ്തു. ആ വർക്കിന്റെ ഫലമായിട്ട് ആ ഒബ്ജക്റ്റിന്റെ പൊട്ടൻഷ്യൽ എനർജിയിലൂടെ ചേഞ്ച് വന്നു. ഓക്കെ, ഇനീഷ്യലി എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുന്നില്ല, ചെറിയൊരു ഡിസ്റ്റൻസ് മൂവ് ചെയ്തു. അപ്പോൾ നമ്മുടെ കൺസർവേറ്റീവ് ഫോഴ്സ് ചെറിയൊരു വർക്ക് ചെയ്തു. ആ ചെറിയൊരു വർക്ക് അല്ലെങ്കിൽ ആ സമയത്തുണ്ടായ ചെറിയൊരു പൊട്ടൻഷ്യൽ എനർജിയിലുള്ള ഡിഫറൻസിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. പൊട്ടൻഷ്യൽ എനർജിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ യു ആണ്. സ്മോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് സ്മോൾ വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ്. Small change in potential energy is equal to negative of small work done by the conservative force. ഇവിടെ സ്മോൾ ചേഞ്ച് ആണ്. ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇവിടെ ഇനീഷ്യൽ വാല്യൂ ഉണ്ടാവും, ഒരു ഫൈനൽ വാല്യൂ ഉണ്ടാവും. അപ്പൊ ഞാൻ ഇവിടെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്റഗ്രൽ രണ്ട് ഭാഗത്തും ഇന്റഗ്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലിമിറ്റ് ഇനീഷ്യൽ വാല്യൂ യു ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി യു ഫൈനൽ, ഇത് സ്മോൾ വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ്. ഇന്റഗ്രേഷൻ കൊടുത്തു കഴിയുമ്പോൾ ടോട്ടൽ വർക്ക് ഡൺ നോക്കാം. നമുക്ക് ഇതിന്റെ ഇന്റഗ്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് യു ഫൈനൽ minus u initial is equal to negative of total work done by the conservative force. That is final potential energy minus initial potential energy is equal to negative of total work done by the conservative force. That is delta u equal to minus work done by conservative force. Minus work done by കൺസർവേറ്റീവ് ഫോഴ്സ്. ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഫോർമുല ഞാൻ പറയുന്ന ഈ രീതിയിൽ നിങ്ങളൊന്ന് ഓർത്തു വെച്ചാൽ മതി. അതായത് യു ഇനീഷ്യൽ മൈനസ് യു ഫൈനൽ is equal to work done by the conservative force. Initial potential energy minus final potential energy is equal to work done by the conservative force. Okay, ഞാൻ ഈ ഭാഗത്ത് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിനെ കുറിച്ചിട്ടാണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് നോക്കാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. ഇത് എർത്തിന്റെ സർഫസിൽ ഒരു ഒബ്ജക്ട് എ എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കുക. എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഒരു ഒബ്ജക്ട് ഉണ്ട്, എം മാസുള്ള ഒരു ഒബ്ജക്ട് ഉണ്ട്. ഈ എം മാസുള്ള ഒരു ഒബ്ജക്റ്റിനെ ഞാൻ ബി എന്ന് പറയുന്ന എച്ച് ഹൈറ്റിലേക്ക് ഈ എം മാസുള്ള ഒരു ഒബ്ജക്റ്റിന് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. ദാറ്റ് ഈസ് എം ജി ആക്ട് ചെയ്യുന്നത് താഴേക്കാണ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? ടുവേർഡ്സ് ദ സെന്റർ ഓഫ് എർത്ത്. എം ജി എന്ന് പറയുന്നത് താഴേക്ക് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഒബ്ജക്ട് മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പൊ ഒബ്ജക്ട് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ ഒബ്ജക്ട് മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമ്മളെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ത് ചെയ്തു? വർക്ക് ചെയ്തു. ഇതൊക്കെയാണ് വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അല്ലെങ്കിൽ കൺസർവേറ്റീവ് ഫോഴ്സ്. വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് എത്രയാണ്? എം ജി. ഡിസ്പ്ലേസ്മെന്റ് എയിൽ നിന്ന് ബിയിലേക്ക് എത്തി എച്ച് ഇൻടു കൊസൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. എം ജി താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്, ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്കാണ്. അവർക്കിടയിലുള്ള ആംഗിൾ 180 ഡിഗ്രി ആണ്. അപ്പൊ കോസ് 180 വരും, ഇൻടു എന്ത് വരും? കോസ് 180. കോസ് 180യുടെ വാല്യൂ മൈനസ് ആണ്. അപ്പൊ വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മൈനസ് എം ജി എച്ച്. വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മൈനസ് എം ജി എച്ച്. വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് മൈനസ് എം ജി എച്ച് ആണ്. ഓക്കെ, മൈനസ് എം ജി എച്ച്. ഓക്കെ,
അത് ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ യു ഇനീഷ്യൽ മൈനസ് യു ഫൈനൽ ഈസ് ഈക്വൽ ടു മൈനസ് എം ജി എച്ച്. യു ഇനീഷ്യൽ മൈനസ് യു ഫൈനൽ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ്. വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ് നമുക്ക് എത്ര കിട്ടി? മൈനസ് എം ജി എച്ച്. യു ഇനീഷ്യൽ മൈനസ് യു ഫൈനൽ. ഇനീഷ്യലി ഒബ്ജക്റ്റ് എവിടെയാണ്? എ എന്ന് പറയുന്ന പോയിന്റിൽ. അപ്പൊ എ എന്ന് പറയുന്നത് നമുക്ക് ഗ്രൗണ്ട് ആയിട്ടുണ്ട്. നോക്കാം നമുക്ക്. പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ, യു ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ മൈനസ് യു ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി, പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി is equal to minus mgh, is equal to minus mgh. അപ്പോൾ യു എ മൈനസ് യു ബി is equal to minus mgh. അതാണ് നമുക്ക് ഈ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് ഇപ്പൊ കിട്ടിയത്. യു എ മൈനസ് യു ബി is equal to minus mgh. ഇത് പൊട്ടൻഷ്യൽ എനർജി അല്ല, പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച്, ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി, പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ആണ് നമുക്ക് കിട്ടിയത്. എനിക്ക് എന്ത് വേണം? വി ഹാവ് ടു ഡിഫൈൻ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി. ഇപ്പൊ നമുക്ക് കിട്ടിയത് പൊട്ടൻഷ്യൽ എനർജി അല്ല, പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് യു എ മൈനസ് യു ബി. എനിക്ക് എന്ത് വേണം? എനിക്ക് കണ്ടുപിടിക്കണം ബി എന്ന് പറയുന്ന പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്. ബി എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? ഓക്കെ, ബി എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എ എന്ന് പറയുന്ന പോയിന്റിനെ ഞാൻ എന്തായിട്ട് എടുക്കുന്നത്? റെഫറൻസ് പോയിന്റ്. എന്തായിട്ട് എടുത്തു? റെഫറൻസ്. ഓക്കെ, എ എന്ന് പറയുന്ന പോയിന്റിനെ ഞാൻ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നു? എ ഈസ് എ റെഫറൻസ് പോയിന്റ്. ഈ റെഫറൻസ് പോയിന്റ് പ്രത്യേകത നമുക്ക് ഇങ്ങനെ പറയാം. എ എന്ന് പറയുന്നത് റെഫറൻസ് പോയിന്റ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ ഈക്വൽ ടു 0 ആയിട്ട് ട്രീറ്റ് ചെയ്യാം. എ എന്ന് പറയുന്നത് റെഫറൻസ് പോയിന്റ് ആണ്. അപ്പൊ റെഫറൻസ് പോയിന്റ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എത്ര പറഞ്ഞു? പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ ഈക്വൽ ടു റെഫറൻസ് പോയിന്റ് ഈസ് ഈക്വൽ ടു 0. പൊട്ടൻഷ്യൽ എനർജി അറ്റ് റെഫറൻസ് പോയിന്റ് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ വരും? ദാറ്റ് ഈസ് യു എ പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ 0 മൈനസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി ഈസ് ഈക്വൽ ടു minus mgh is equal to minus mgh. That is potential energy at B is equal to mgh. Potential energy at B is equal to mgh. Potential energy at B is equal to mgh. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അതായത് രണ്ട് പോയിന്റ്, എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? എച്ച് ആണ്. ഒരു ഓബ്ജക്ട് എം മാസുള്ള ഒരു ഓബ്ജക്ട് എയിൽ നിന്ന് ബിയിലേക്ക് പോയി ഓബ്ജക്ട് ബിയിൽ നിൽക്കുന്ന സമയത്ത് അവന്റെ കയ്യിൽ എന്തുണ്ട്? പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ബിയിൽ നിൽക്കുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി എം ജി എച്ച് ആണ്. ബിയിൽ നിൽക്കുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? എം ജി എച്ച്. ബിയിൽ പൊട്ടൻഷ്യൽ എനർജി എം ജി എച്ച് ആവണമെങ്കിൽ എ എന്ന് പറയുന്ന പോയിന്റ് എന്തായിരിക്കണം? റെഫറൻസ് ആയിരിക്കണം. എ എന്ന് പറയുന്ന പോയിന്റ് എന്തായിരിക്കണം? Reference. If A is the reference point, then potential energy at B is equal to mgh. If A is the reference point, then potential energy at B is equal to mgh. Okay. നോക്കാം നമുക്ക്. അപ്പോൾ A റെഫറൻസ് പോയിന്റ് ആണെങ്കിൽ ബിയിൽ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? mgh. ഓക്കെ. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഒരു കാര്യം നമുക്ക് മനസ്സിലായി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? റെഫറൻസ് പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പൊട്ടൻഷ്യൽ എനർജി ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? റെഫറൻസ് പോയിന്റ്. പൊട്ടൻഷ്യൽ എനർജി ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? പാത്തിനെ. കാരണം പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. കൺസർവേറ്റീവ് ഫോഴ്സ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? റെഫറൻസ് പോയിന്റ്. നമുക്ക് നോക്കാം. അത് ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. ഓക്കെ, എന്റെ കയ്യിൽ 3 പോയിന്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. 3 പോയിന്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. ആ 3 പോയിന്റ് ഒന്ന് എ ആണ്, ഒന്ന് ബി ആണ്, ഒന്ന് സി ആണ്. ഈ 3 പോയിന്റും തമ്മിലുള്ള ഡിഫറൻസ് എച്ച്. ഹൈറ്റ് എച്ച്. എയിൽ നിന്ന് ബിയിലേക്ക് എച്ച്, ബിയിൽ നിന്ന് സിയിലേക്ക് എച്ച്. ഓക്കെ, ഒരു ഒബ്ജക്റ്റിന്റെ മാസ് എം ആണ്. എം മാസ് ഉള്ള ഒരു ഒബ്ജക്ട്, മാസ് എം ഉള്ള ഒരു ഒബ്ജക്ട് എവിടെ വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. മാസ് എം ഉള്ള ഒരു ഒബ്ജക്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ബി എന്ന് പറയുന്ന പോയിന്റിൽ എം മാസ് ഉള്ള ഒരു ഒബ്ജക്ട് ഉണ്ട്. ഈ എം മാസ് ഉള്ള ഒബ്ജക്റ്റിന്റെ മുകളിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങോട്ടേക്കാണ് ആക്ട് ചെയ്യുന്നത്? താഴേക്ക്. എത്ര ആക്ട് ചെയ്യുന്നത്? എം ജി എന്ന് പറയുന്ന ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? വി ഹാവ് ടു ഫൈൻഡ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ ആൻഡ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് സി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ കണ്ടുപിടിക്കണം. ഒരു പർട്ടിക്കുലർ പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് കണ്ടുപിടിക്കണം. പർട്ടിക്കുലർ പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? റെഫറൻസ് പോയിന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഇവിടെ ഞാൻ റെഫറൻസ് പോയിന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് ബി ആണ്.
ബി എന്ന് പറയുന്നത് നമ്മളെ റെഫറൻസ് പോയിന്റ് ആണ്. ഞാൻ ട്രീറ്റ് ചെയ്തു ബി ഈസ് അവർ റെഫറൻസ് പോയിന്റ്. ഓക്കെ, ബി നമ്മളെ റെഫറൻസ് പോയിന്റ് ആണെങ്കിൽ നമുക്ക് ഒരു കാര്യം ഷുവർ ആയിട്ട് പറയാൻ വേണ്ടി പറ്റും, പൊട്ടൻഷ്യൽ അറ്റ് ബി ഈസ് ഈക്വൽ ടു 0. കാരണം റെഫറൻസ് പോയിന്റിൽ നമ്മൾ പൊട്ടൻഷ്യൽ എത്ര ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് 0. അപ്പൊ പൊട്ടൻഷ്യൽ അറ്റ് റെഫറൻസ് പോയിന്റ് ബി ഈസ് ഈക്വൽ ടു 0. ഞാൻ ഫസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത് വി ഹാവ് ടു ഫൈൻഡ് പൊട്ടൻഷ്യൽ അറ്റ് എ എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. ഓക്കെ, വിചാരിക്ക് ഈ ഒബ്ജക്ട് ബിയിൽ നിന്ന് എയിലേക്ക് മൂവ് ചെയ്തു. ഒബ്ജക്ട് ഈസ് മൂവിംഗ് ഫ്രം ബി ടു എ. ബിയിൽ നിന്ന് എവിടത്തേക്ക് മൂവ് ചെയ്തു? എയിലേക്ക് മൂവ് ചെയ്തു. ബിയിൽ നിന്ന് എയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മളെ കൺസർവേറ്റീവ് ഫോഴ്സ് ആയ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എം ജി എന്ന് പറയുന്നത് താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. ഒബ്ജക്റ്റിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എച്ച് ആണ്. ആ എച്ച് മുകളിലേക്കാണ്. ഡിസ്പ്ലേസ്മെന്റും ഫോഴ്സും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 180 ഡിഗ്രി ആണ്. അപ്പൊ വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് നെഗറ്റീവ്. വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് നെഗറ്റീവ്. അപ്പൊ നമ്മൾ പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ് നേരത്തേക്കാണ് മൂവ് ചെയ്തത് ബിയിൽ നിന്ന് എയിലേക്ക്. വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ് ടു മൂവ് ദ ഒബ്ജക്റ്റ് ഫ്രം ബി ടു എ. ബി ടു എ ഈസ് ഈക്വൽ ടു എം ജി എച്ച് അല്ല, മൈനസ് എം ജി എച്ച്. അതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. എം ജി താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്, ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്കാണ്. രണ്ടിന്റെ അടിയിലെ ആംഗിൾ 180 ആണ്. വർക്ക് ഡൺ കാണാൻ ഇക്വേഷൻ എഫ് ഡോട്ട് എസ് ആണ്. ദാറ്റ് ഈസ് എഫ് ഇൻറ്റു എസ് ഇൻറ്റു കോസ് തീറ്റ, where theta is the angle between force and displacement. അപ്പൊ വർക്ക് ഡൺ WBA is equal to minus mgh. ശരി, WBA is equal to minus mgh. നമുക്കറിയുന്ന കാര്യം U initial minus U final is equal to work done by the conservative force. U initial minus U final is equal to work done by the conservative force. Initially ഒബ്ജക്ട് എവിടെയായിരുന്നു? ബിയിൽ. ഇപ്പൊ ഒബ്ജക്ട് എവിടെ എത്തി? ഫൈനലി എവിടെ എത്തി? എയിൽ എത്തി. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ U initial പൊട്ടൻഷ്യൽ അറ്റ് ബി മൈനസ് U final എവിടെ എത്തിയിട്ടുണ്ട്? എയിൽ. പൊട്ടൻഷ്യൽ അറ്റ് എ. U initial minus U final is equal to work done to move the object from B to A by the conservative force, that is minus mgh. എത്രയാണ്? മൈനസ് mgh. Then നമുക്കറിയുന്ന കേസ് ബി ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം റെഫറൻസ് പോയിന്റ്. ബി റെഫറൻസ് പോയിന്റ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ അറ്റ് ബി ഈസ് ഈക്വൽ ടു 0, that is 0 മൈനസ് പൊട്ടൻഷ്യൽ അറ്റ് എ ഈക്വൽ ടു മൈനസ് mgh. നെഗറ്റീവും നെഗറ്റീവും ക്യാൻസൽ ചെയ്താൽ പൊട്ടൻഷ്യൽ അറ്റ് എ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? mgh. പൊട്ടൻഷ്യൽ അറ്റ് എ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? mgh. ഇതേപോലെ ബി റെഫറൻസ് പോയിന്റ് ആക്കി എടുത്തുകൊണ്ട് നമുക്ക് എവിടെ കാണാം? സി എന്ന് പറയുന്ന പോയിന്റിൽ എത്രയായിരിക്കും പൊട്ടൻഷ്യൽ എന്ന് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, കണ്ടുപിടിക്കുന്ന സമയത്ത് നോക്കണം. ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യുന്നത് എവിടത്തേക്ക്? ഒബ്ജക്ട് ഈസ് മൂവിംഗ് ഫ്രം ബി ടു സി. ബിയിൽ നിന്ന് എവിടത്തേക്ക് മൂവ് ചെയ്യുന്നു? സിയിലേക്ക് മൂവ് ചെയ്യുന്നു. ഇതാ ബിയിൽ നിന്ന് സിയിലേക്ക് എന്ന് പറയുമ്പോൾ ഒബ്ജക്ട് മൂവ് ചെയ്തത് ഇങ്ങോട്ടേക്കാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എം ജി ആക്ട് ചെയ്യുന്നത് താഴേക്കാണ്. ആ ഒബ്ജക്റ്റിന് ബിയിൽ നിന്ന് സിയിലേക്ക് എത്തിയാൽ ഒബ്ജക്ട് ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എച്ച് ആണ്. അപ്പൊ വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ്, വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എം ജി ആണ്, ഡിസ്പ്ലേസ്മെന്റ് എച്ച് ആണ്. കോസൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എം ജി താഴേക്കാണ്, എച്ച് താഴേക്കാണ്, രണ്ടും സെയിം ഡയറക്ഷൻ ആണ്. അപ്പൊ തീറ്റ എന്ന് പറയുന്നത് 0 വരും. 0. That is work done to move the object from B to C. ബിയിൽ നിന്ന് സിയിലേക്ക് മൂവ് ചെയ്യാൻ നമ്മൾ ചെയ്ത വർക്ക്, നമ്മളല്ല ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് ഡൺ, that is mgh. Work done is equal to mgh. ശരി, നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ that is U initial minus U final is equal to work done by the conservative. U initial എവിടെയായിരുന്നു? ബിയിൽ. That is potential energy at B മൈനസ് ബിയിൽ നിന്ന് എവിടത്തേക്ക് മൂവ് ചെയ്തു? സിയിലേക്ക്. ഫൈനലി പൊട്ടൻഷ്യൽ എനർജി അറ്റ് സി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ്. വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ് എത്രയാണ്? mgh. നമുക്കറിയാം, നമ്മൾ പറഞ്ഞത് ബി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം റെഫറൻസ് പോയിന്റ് ആണ്. ബി എന്ന് പറയുന്നത് റെഫറൻസ് പോയിന്റ് ആണ്. അതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി എത്രയാണ്? 0 മൈനസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് സി ഈസ് ഈക്വൽ ടു mgh. ഒരു കാര്യം മനസ്സിലായി, പൊട്ടൻഷ്യൽ എനർജി അറ്റ് സി ഈസ് ഈക്വൽ ടു മൈനസ് mgh. പൊട്ടൻഷ്യൽ എനർജി അറ്റ് സി ഈസ് ഈക്വൽ ടു മൈനസ് mgh. അപ്പോ പറയുന്ന കാര്യം ഇതാണ്, ബി ആണ് റെഫറൻസ് പോയിന്റ് എങ്കിൽ എയിൽ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്?
എം ജി എച്ച് സിയിൽ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? മൈനസ് എം ജി എച്ച്. ദാറ്റ് ഈസ് above the reference point potential energy is positive and below the reference point potential energy is നെഗറ്റീവ്. അപ്പോൾ ബി റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുത്തുകൊണ്ട് നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടി നമുക്ക് പറയാം. ഏതെങ്കിലും റെഫറൻസ് പോയിന്റ് നമുക്കൊന്ന് മാറ്റി നോക്കാം. റെഫറൻസ് പോയിന്റ് പൊട്ടൻഷ്യൽ എനർജി റെഫറൻസ് പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ റെഫറൻസ് പോയിന്റ് മാറ്റി. നമ്മൾ വിചാരിക്ക് if C is the reference point, consider C is the reference point. C ആണ് നമ്മുടെ റെഫറൻസ് പോയിന്റ് ആണെന്ന് വിചാരിക്കും. C ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം റെഫറൻസ് പോയിന്റ് C ആണ്. ഓക്കെ, റെഫറൻസ് പോയിന്റ് C ആണെങ്കിൽ consider initially the object is at the reference point. Object എവിടെയുണ്ട്? റെഫറൻസ് പോയിന്റിന്റെ ഈ ഡിസ്റ്റൻസ് ഒക്കെ h. ഓക്കെ, m മാസുള്ള ഒരു ഒബ്ജക്റ്റ് റെഫറൻസ് പോയിന്റ് ഉണ്ട്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്ട് ചെയ്യും താഴേക്ക്, mg എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യും താഴേക്ക്. ഫസ്റ്റ് നമുക്ക് ബിയിൽ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണം. ബിയിൽ പൊട്ടൻഷ്യൽ എനർജി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു സിയിൽ നിന്ന് എവിടത്തേക്ക്? ബിയിലേക്ക്. വാട്ട് ഈസ് വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ്? ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് സി ടു ബി, സിയിൽ നിന്ന് ബിയിലേക്ക്. സി ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം റെഫറൻസ് പോയിന്റ്. സി റെഫറൻസ് പോയിന്റ് ആയ ഒരു കാര്യം കൂടി ഓർത്തു വെക്കണം. പൊട്ടൻഷ്യൽ എനർജി അറ്റ് സി ഈസ് ഈക്വൽ ടു എന്താണ്? 0. പൊട്ടൻഷ്യൽ എനർജി അറ്റ് സി ഈസ് ഈക്വൽ ടു 0. ഓക്കെ, നമ്മൾ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് സിയിൽ നിന്ന് എവിടത്തേക്ക്? ബിയിലേക്ക്. വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ് നോക്കാം നമുക്ക്. വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ് is equal to mg. എങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുന്നത്? താഴേക്ക്. സിയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്തു. ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? h. അപ്പൊ വർക്ക് ഡൺ എന്ന് പറയുന്നത് mg h ഇൻടു കോസ് 180. അപ്പൊ മൈനസ് mg h എന്ന് വരും. ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് കിട്ടുന്ന സിയിൽ നിന്ന് ബിയിലേക്ക്. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ യു ഇനീഷ്യൽ മൈനസ് യു ഫൈനൽ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ്. യു ഇനീഷ്യൽ എവിടെയായിരുന്നു? സിയിൽ, മൈനസ് ഇപ്പൊ എവിടെ എത്തി? ബിയിൽ. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ് മൈനസ് എം ജി എച്ച്. വാട്ട് ഈസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് സി? 0 മൈനസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി ഈസ് ഈക്വൽ ടു മൈനസ് എം ജി എച്ച്. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി ഈസ് ഈക്വൽ ടു mgh. Potential energy at B is equal to mgh. Potential energy at B mgh. Okay, ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കണം what is potential energy at C, sorry A. Potential energy at A കാണാൻ വേണ്ടി ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് സിയിൽ നിന്ന് എയിലേക്ക്. ഒബ്ജക്റ്റ് സിയിൽ നിന്ന് എയിലേക്ക് മൂവ് ചെയ്യുന്നു. ഒബ്ജക്റ്റ് സിയിൽ നിന്ന് എയിലേക്ക് മൂവ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 2h. വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ് കാണുന്നു. വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് താഴേക്കാണ്. mg താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് 2h മുകളിലേക്കാണ്. അപ്പോൾ വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ mg ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 2h ഇൻടു കൊസൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് കോസ് 180, ദാറ്റ് ഈസ് -1. അപ്പോൾ വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ് -2mgh എന്ന് വന്നു. വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ് -2mgh. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ യു ഇനീഷ്യൽ മൈനസ് യു ഫൈനൽ ഈസ് ഈക്വൽ ടു -2mgh. യു ഇനീഷ്യൽ എവിടെയായിരുന്നു? സി. പൊട്ടൻഷ്യൽ എനർജി അറ്റ് സി മൈനസ് ഇപ്പോൾ എത്തി എയിലെത്തി. പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ ഈസ് ഈക്വൽ ടു -2mgh. -2mgh. വാട്ട് ഈസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് സി? പൊട്ടൻഷ്യൽ എനർജി അറ്റ് സി 0 ആണ്. കാരണം സി നമ്മളെ സംബന്ധിച്ചിടത്തോളം റെഫറൻസ് പോയിന്റ് ആണ്. പൊട്ടൻഷ്യൽ എനർജി അറ്റ് സി 0 ആണ്. മൈനസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ ഈസ് ഈക്വൽ ടു -2mgh. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ ഈക്വൽ ടു 2mgh. അപ്പോൾ ആദ്യം നമ്മൾ ബി ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുത്തത്. ബി റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കുമ്പോൾ ബിയിൽ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? 0. എയിൽ എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു? mgh. സിയിൽ എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു? -mgh. നമ്മൾ റെഫറൻസ് പോയിന്റ് മാറ്റി നോക്കി. റെഫറൻസ് പോയിന്റ് ഏതാക്കി? റെഫറൻസ് പോയിന്റ് നമ്മൾ സി ആക്കി. രണ്ടാമത്തെ കേസിൽ റെഫറൻസ് പോയിന്റ് സി ആണ് നമ്മൾ റെഫറൻസ് പോയിന്റ് എങ്കിൽ പൊട്ടൻഷ്യൽ എനർജി അറ്റ് സി എത്രയാണ്? 0. പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി എത്രയാണ്? mgh. പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി. പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ എത്രയാണ്? 2mgh. രണ്ട് കേസിലും പൊട്ടൻഷ്യൽ എനർജി ഓരോ പോയിന്റിലും പൊട്ടൻഷ്യൽ എനർജി സെയിം ആണ്, അല്ല ഡിഫറെന്റ് ആണ്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ബി റെഫറൻസ് പോയിന്റ് ആണെങ്കിൽ എയിൽ പൊട്ടൻഷ്യൽ എനർജി വേറെയാണ്, ബിയിൽ
സിയിൽ പൊട്ടൻഷ്യൽ എനർജി വേറെയാണ്. റെഫറൻസ് പോയിന്റ് മാറ്റുമ്പോൾ ആ പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി മാറുന്നുണ്ട്. അതിന്റെ അർത്ഥം പൊട്ടൻഷ്യൽ എനർജി ഡിപ്പെൻഡ്സ് ഓൺ റെഫറൻസ് പോയിന്റ്. പൊട്ടൻഷ്യൽ എനർജി ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? റെഫറൻസ് പോയിന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. റെഫറൻസ് പോയിന്റ് മുകളിൽ പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ്, റെഫറൻസ് പോയിന്റ് താഴെ പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ്. റെഫറൻസ് പോയിന്റ് മുകളിൽ പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ്, റെഫറൻസ് പോയിന്റ് താഴെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? നെഗറ്റീവ്. അപ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കുന്നത്, ഈ നമ്മളിപ്പോ ബിയും സിയും അല്ലേ റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുത്തത്, നിങ്ങളോട് പറയണം എ ആണ് റെഫറൻസ് പോയിന്റ്. എ ആണ് റെഫറൻസ്. ഇഫ് എ ഇസ് ദ റെഫറൻസ് പോയിന്റ്, വാട്ട് ഈസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ? എയിൽ പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും? ശരി, പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ ഈസ് ഈക്വൽ ടു 0. പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി എത്രയായിരിക്കും? റെഫറൻസ് ബി എന്ന് പറയുന്ന പോയിന്റ് റെഫറൻസ് പോയിന്റ് താഴെയാണ്. താഴെ റെഫറൻസ് പോയിന്റ് താഴെ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കണം? നെഗറ്റീവ്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി എത്രയാണ്? -mgh വരും അല്ലെ? അതേപോലെ വാട്ട് ഈസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് സി? സിയിൽ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? യെസ്, -2 mgh. പൊട്ടൻഷ്യൽ എനർജി അറ്റ് സി ഈസ് ഈക്വൽ ടു -2 mgh. അപ്പൊ കാര്യം ക്ലിയർ ആണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ഫോഴ്സിന് മാത്രമേ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. പൊട്ടൻഷ്യൽ എനർജി പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യൂല. പൊട്ടൻഷ്യൽ എനർജി പക്ഷെ ആരെ ഡിപ്പെൻഡ് ചെയ്യും? റെഫറൻസ് പോയിന്റ്. ആരെ ഡിപ്പെൻഡ് ചെയ്യും? റെഫറൻസ് പോയിന്റ്. റെഫറൻസ് പോയിന്റ് മുകളിൽ പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ്, താഴെ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? നെഗറ്റീവ്. ഏത് പൊട്ടൻഷ്യൽ എനർജി? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഇതാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ കേസിൽ ഞാൻ ഇപ്പോ ഒരു കാര്യം പറഞ്ഞത്. ശരി, അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി ചോദിക്കാം. നമ്മൾ പറയുന്നത് ഇത് ഒരു പ്ലെയിൻ, ഒരു സർഫസ്, ഗ്രൗണ്ടോ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്തെങ്കിലും ആവട്ടെ. ഈ ഗ്രൗണ്ടിൽ നിന്ന് ഒരു ചെയിൻ ഇങ്ങനെ ഒരു ചെയിൻ ഉണ്ട്. ഈ ചെയിനിന്റെ ടോട്ടൽ ലെങ്ത് L ആണ്, ടോട്ടൽ മാസ് M ആണ്. ചെയിനിന്റെ മാസ് M ആണ്, ലെങ്ത് L ആണ്. ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഗ്രൗണ്ടിൽ. ഈ ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് പോളിലേക്കായിട്ട് ഹാങ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളോട് ചോദിക്കുന്നത് ഫൈൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദിസ് ചെയിൻ. ഈ ചെയിനിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? ഈ ചെയിനിന്റെ പൊട്ടൻഷ്യൽ എനർജി കാണാൻ വേണ്ടിട്ട് എങ്ങനെ പറയാം? അപ്പൊ നേരത്തെ പറഞ്ഞ പോലെയല്ല. കാരണം എന്ന് പറയുന്നത് ഇതൊരു പോയിന്റ് മാസ് അല്ല. നമുക്കറിയാം ഗ്രൗണ്ട് അല്ലെങ്കിൽ റെഫറൻസ് പോയിന്റിൽ നിന്ന് M മാസ് ഉള്ള ഒരു പോയിന്റ് മാസ് എത്രയാണ്? M. H ഹൈറ്റ് ഉയരത്തിലുണ്ടെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി സ്വാഭാവികമായിട്ടും റെഫറൻസ് പോയിന്റ് മുകളിലാണ് പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് mgh. റെഫറൻസ് പോയിന്റ് മുകളിലാണെങ്കിൽ പോയിന്റ് മാസിനെ സംബന്ധിച്ചിടത്തോളം പൊട്ടൻഷ്യൽ എനർജി mg. പക്ഷെ ഇത് പോയിന്റ് മാസ് അല്ല, ഇതൊരു ഡിസ്ട്രിബ്യൂട്ടഡ് മാസ് ആണ്. ഇതിന്റെ ഒരു മാസ് എന്ന് പറയുന്നത് ഒരു പോയിന്റിലല്ല ഉള്ളത്. ദിസ് ഈസ് എ ഡിസ്ട്രിബ്യൂട്ടഡ് മാസ് സിസ്റ്റം. ഈ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് മെത്തേഡ് യൂസ് ചെയ്യേണ്ടി വരും? വി ഹാവ് ടു യൂസ് ഇന്റഗ്രേഷൻ. നോക്കാം നമുക്ക് എങ്ങനെ ചെയ്യാം. നമ്മൾ ഇതാണ് ഞാൻ എന്തായിട്ട് എടുക്കുന്നത്. പൊട്ടൻഷ്യൽ എനർജിനെ കുറിച്ച് പറയണോ? പൊട്ടൻഷ്യൽ എനർജിനെ കുറിച്ച് പറയണമെങ്കിൽ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? റെഫറൻസ് പോയിന്റ്. ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം റെഫറൻസ് പോയിന്റ്. ഈ റെഫറൻസ് പോയിന്റിൽ നിന്ന് ഞാൻ വിചാരിക്കുന്നത് ഒരു y ഡിസ്റ്റൻസിൽ ഇതിന്റെ ഒരു ചെറിയൊരു പോർഷൻ കൺസിഡർ ചെയ്യുന്നു, dy. y ഡിസ്റ്റൻസിൽ ഞാൻ ചെറിയൊരു കഷ്ണം കൺസിഡർ ചെയ്തു, ചെറിയൊരു പാർട്ട് എത്രയാണ്? dy. ഞാൻ ചോദിക്കുന്നത് ഈ ഡിവൈനെ നമുക്കൊരു പോയിന്റ് മാസ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ഈ ഡിവൈ എന്ന് പറയുന്ന സെക്ഷൻ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഒരു പോയിന്റ് ഓബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ ഡിവൈ എന്ന് പറയുന്ന ഇത്രയും സെക്ഷന്റെ മാസ് എത്രയായിരിക്കും? ഈ ഡിവൈ എന്ന് പറയുന്ന ഈ സെക്ഷന്റെ മാസ് എത്രയായിരിക്കും? ആ മാസിനെ ഞാൻ dm മാസ് എന്ന് പറയാം. ചെറിയൊരു മാസ് dm. ആ dm എത്രയായിരിക്കും? dm എന്ന് പറയുന്നത് dm ഈസ് ഈക്വൽ ടോട്ടൽ മാസ്. എത്ര ലെങ്ത്തിന്റെ? L മീറ്ററിന്റെ മാസ് എത്രയാണ്? m. അപ്പൊ ഒരു മീറ്ററിന്റെ മാസ് എത്രയാണ്? m/l. ഒരു മീറ്ററിന്റെ മാസ് എത്രയാണ്? m/l. അപ്പൊ 2 മീറ്ററിന്റെ മാസം m/l × 2. m/l × 2. എന്റെ കയ്യിൽ 1 മീറ്ററോ 2 മീറ്ററോ അല്ല, എന്റെ കയ്യിൽ dy മീറ്റർ. ലെങ്ത് എത്രയാണ്? dy മീറ്റർ. അപ്പൊ ആ dy മീറ്ററിന്റെ മാസ് എത്രയാണ്? m/l. 1 മീറ്ററിന്റെ മാസ്, dy യുടെ മാസ് m/l × dy. m/l × dm മാസ്. അപ്പൊ ഈ dm മാസ് ഇപ്പോ ഗ്രൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ റെഫറൻസ് പോയിന്റിൽ നിന്ന് എത്ര ഹൈറ്റിലാണ് ഉള്ളത്? y ഹൈറ്റിൽ. അപ്പൊ ഈ dm മാസിനെ നമ്മൾ ഒരു പോയിന്റ് മാസ് ആയിട്ട് കൺസിഡർ ചെയ്ത ആ dm മാസിന് ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. എത്രയാണ് dm മാസിന്റെ പൊട്ടൻഷ്യൽ എനർജി? du. dm മാസിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? du. ഈ dm മാസിന്റെ പൊട്ടൻഷ്യൽ എനർജി du എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി റെഫറൻസ് പോയിന്റ് മുകളിലാണ്, പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് ആണ്, mgh ആണ് വേണ്ടുന്നത്. പക്ഷെ മാസ് m അല്ല, dm × gh. h അല്ല, h ന് പകരം y. dmgy. dmgy. കൊടുത്തു കഴിഞ്ഞാൽ du is equal to dm. What is dm? m/l ×
dy dm ഇൻറ്റു ജി ഇൻറ്റു വൈ എന്ന് കിട്ടും. അപ്പൊ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി യു എത്രയാണ്? ഇന്റഗ്രൽ എം ബൈ എൽ ജി വൈ ഇൻറ്റു ഡി വൈ അല്ലെ. അപ്പൊ വൈയുടെ വേരിയേഷൻ എന്ന് പറയുന്നത് ഇവിടെ വൈ എത്രയാണ്? 0. ഇവിടെ എത്തുമ്പോൾ വൈ എത്രയായി? എൽ. ലിമിറ്റ് 0 to L കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുക്കുക എം ബൈ എൽ ജി പുറത്തേക്ക് എടുത്തു ഇന്റഗ്രൽ വൈ ഡി വൈ വൈ സ്ക്വയർ ബൈ 2 വൈ സ്ക്വയർ ബൈ 2 ലിമിറ്റ് 0 to L എന്ന് പറയുന്ന ലിമിറ്റ് കൂടി കൊടുത്താൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എം ബൈ എൽ ജി ഇൻറ്റു എൽ സ്ക്വയർ ബൈ 2. ഒരു എൽ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എം ജി എൽ ബൈ 2. എം ജി എൽ ബൈ 2 പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? എം ജി എൽ ബൈ 2. ദാറ്റ് ഈസ് എം മാസ് ഉള്ള ഒരു റിങ് അല്ലെങ്കിൽ ഒരു ചെയിൻ റെഫറൻസ് പോയിന്റിൽ ഹാങ് ചെയ്ത് വെച്ചാൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എം ജി എൽ ബൈ 2. എം ജി എൽ ബൈ 2. അതേ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചു കഴിഞ്ഞാല് ഇതാ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഹാങ് ചെയ്യുന്നുണ്ട്. ഇതാണ് റെഫറൻസ് പോയിന്റ്. മാസ് എം ആണ്, ലെങ്ത് എൽ ആണ്. ഇവന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും? ഇവന്റെ പൊട്ടൻഷ്യൽ എനർജി ഇതല്ലേ റെഫറൻസ് പോയിന്റ്. റെഫറൻസ് പോയിന്റ് താഴെയല്ലേ ഉള്ളത്. റെഫറൻസ് പോയിന്റ് മുകളിലാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഇവന്റെ പൊട്ടൻഷ്യൽ എനർജി എം ജി എൽ ബൈ 2 ആണ്. അപ്പൊ റെഫറൻസ് പോയിന്റ് താഴെയാണെങ്കിൽ ഇവന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? മൈനസ് എം ജി എൽ ബൈ 2. മൈനസ് എം ജി എൽ ബൈ 2. മൈനസ് എം ജി എൽ ബൈ 2. ശരി.